ഭാരതീയ ഉപഭൂഖണ്ഡത്തിന്റെ ജ്ഞാന കേന്ദ്രമായിരുന്ന ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും ചരകനും ജീവിച്ചിരുന്ന ആ പുണ്യഭൂമി ഇന്ന് ചാരമാവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഗോള മാധ്യമങ്ങളിൽ നിശബ്ദമായി പുകയുന്ന ഒരു വാർത്ത ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാംസ്കാരിക വിഭാഗമായ യുനെസ്കോ ഇസ്ലാമാബാദിന് പാകിസ്ഥാന് അവസാന മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ ചെയ്തു കൂട്ടിയ ആ വിനാശകരമായ നിർമ്മാണങ്ങൾ ഉടനടി പൊളിച്ചു മാറ്റി പഴയപടിയാക്കിയിട്ടില്ല എങ്കിൽ തക്ഷശിലയെ ലോക പൈതൃക പട്ടികയിൽ നിന്നും ഞങ്ങൾ എന്നേക്കുമായി വെട്ടിമാറ്റും. ഒരു പൈതൃക കേന്ദ്രം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു രാജ്യം തന്നെ അതിനെ കോൺക്രീറ്റ് കാടാക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കും? ജിഹാദികളുടെ പകയൊന്ന് ഓർത്തു നോക്കൂ. ആഗോളതലത്തിൽ പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ നാണക്കേടിൻ്റെ കഥയാണിത്. സംഭവങ്ങളുടെ തുടക്കം ഈ വർഷം മാർച്ചിലായിരുന്നു. തക്ഷശിലയിലെ പുരാതന അവശിഷ്ടങ്ങൾ കാണാനെത്തിയ ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാരിയാണ് ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയത്. ചരിത്ര പ്രസിദ്ധമായ മൊറാദു, സിർക്കാപ്പ് എന്നീ കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റിന്റെ കണ്ണിൽപ്പെട്ടത് പൈതൃക സംരക്ഷണമൊന്നുമല്ല, മറിച്ച് പൈതൃകത്തെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാഴ്ചയായിരുന്നു. അയാൾ ആ ചിത്രങ്ങൾ നേരെ പാരീസിലുള്ള യുനെസ്കോയുടെ പാകിസ്ഥാൻ പ്രതിനിധിക്ക് കൈമാറി. അവിടെ നിന്നാണ് കളി മാറിയത്. ജൂൺ 12-ന് യുനെസ്കോയുടെ ഉന്നതതല സംഘവും പാകിസ്ഥാന്റെ ദേശീയ പൈതൃക വകുപ്പും സംയുക്തമായി തക്ഷശിലയിൽ ഒരു മിന്നൽ പരിശോധന നടത്തി. അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് പരിശോധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. 2000-ലധികം വർഷം പഴക്കമുള്ള ചരിത്രത്തിന്റെ തനിമ വിളിച്ചോതുന്ന പുരാതന മതിലുകൾ അവിടെ മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. അതിനു മുകളിൽ ആധുനിക രീതിയിൽ മിനുക്കിയെടുത്ത കല്ലും സിമന്റും മണലും ഉപയോഗിച്ച് പുതിയ മതിലുകൾ കെട്ടിപ്പോക്കുന്നു. വിഡ്ഢിത്തരം എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെന്ത് വിളിക്കണം? പ്രശസ്ത പാക് മാധ്യമമായ ഡോൺ പുറത്തുവിട്ട വാർത്ത പാകിസ്ഥാന്റെ അശാസ്ത്രീയവും വിഡ്ഢിത്തം നിറഞ്ഞതുമായ പുരാവസ്തു നയം ലോകത്തിനു മുന്നിൽ നാണം കെട്ടു എന്ന് തന്നെ പറയാം. ഒരു പുരാവസ്തു കേന്ദ്രം എങ്ങനെ സംരക്ഷിക്കണം എന്ന് പോലും അറിയാതെ യുനെസ്കോയ്ക്ക് കൃത്യമായ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ഉണ്ട്. ഒരു പഴയ മതിൽ തകരാൻ പോവുകയാണെങ്കിൽ അത് നിലനിർത്താൻ അതേ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയും പ്രകൃതിദത്ത കൂട്ടുകളും മാത്രമേ ഉപയോഗിക്കാവൂ. എന്നാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പുരാവസ്തു വകുപ്പ് ചെയ്തത് എന്താണ്? അതൊക്കെ പൊളിച്ചു കളഞ്ഞ് അവിടെ പുതിയ മതിൽ പണിത് വെച്ചിരിക്കുന്നു. അവർ അവിടെ സാധാരണ വീട് പണിയുന്നതൊക്കെ പോലെ സിമെന്റും കോൺക്രീറ്റും എല്ലാം വാരിപ്പൂശി വലിപ്പത്തിൽ ഒരു കൃത്യതയും ഇല്ലാതെ പുരാതന കല്ലുകൾക്കിടയിൽ ആധുനിക ടൈലുകളൊക്കെ പോലെ മിനുക്കിയ കല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ചരിത്ര സ്മാരകമല്ല എന്ന്. മറിച്ച് പാകിസ്ഥാൻ കെട്ടി ഉണ്ടാക്കിയ ഒരു വ്യാജ നിർമ്മിതിയാണെന്ന് ഏത് കുട്ടിക്ക് പോലും മനസ്സിലാവും. തക്ഷശില എന്നാൽ എന്താണ് എന്ന് ഈ ഭരണാധികാരികൾക്കറിയോ? പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള റാവൽപിണ്ടി ജില്ലയിലാണ് ഈ പ്രദേശം. ശിലായുഗ ഗുഹകൾ മുതൽ വൈദിക കാലഘട്ടത്തിലെ അവശേഷിപ്പുകളും ലോകത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാലയുടെ, അതായത് നളന്ദ സർവകലാശാലയുടെ ഭാഗങ്ങളും മൗര്യ കുശാന രാജവംശങ്ങളുടെ ബുദ്ധസ്തൂപങ്ങളും ഇതെല്ലാം നിറഞ്ഞ അതിവിശാലമായൊരു പുരാവസ്തു സമുച്ചയമാണിത്. ഭാരതീയ ഉപഭൂഖണ്ഡത്തിലെ നഗരവൽക്കരണത്തിന്റെ 5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ചരിത്ര പരിണാമങ്ങളാണ് ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നത്. അതിനെയാണ് ഇവർ സിമന്റ് ഇട്ട് മൂടിയത്. യുനെസ്കോയുടെ മുന്നറിയിപ്പ് വെറുമൊരു ഭീഷണിയല്ല. ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇത്തരം കർശന നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജർമ്മനിയിലെ ഒമാൻ ഡ്രെഡ്സൺ എൽവേ താഴ്വരയിലെയും അതുപോലെ ലിവർപൂളിലെ മാരിടൈം മെർക്കന്റൈൻ സിറ്റിയെയും ഇത്തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചതിന് യുനെസ്കോ പൈതൃക പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതേ ഗതിയിൽ തന്നെയാണ് തക്ഷശിലയും. നിർമ്മാണങ്ങൾ എത്രയും വേഗം പഴയപടിയാക്കിയിട്ടില്ല എങ്കിൽ തക്ഷശിലയെ ആദ്യം അപകടാവസ്ഥയിലുള്ള പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റും. അതിനുശേഷവും മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ പട്ടികയിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കും. ഇത് പാകിസ്ഥാൻ ഏൽക്കാൻ പോകുന്ന ഏറ്റവും വലിയ നയതന്ത്ര പ്രഹരമാണ്. എന്തുകൊണ്ടാണ് എന്നാൽ 1997 മുതൽ തങ്ങളുടെ മറ്റ് 24 ചരിത്ര കേന്ദ്രങ്ങൾ കൂടി പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ യുനെസ്കോയ്ക്ക് മുന്നിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. നിലവിലുള്ള ഒന്നിനെ പോലും സംരക്ഷിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു രാജ്യത്തിന് എങ്ങനെയാണ് പുതിയ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുക? പാകിസ്ഥാന്റെ ടൂറിസം മേഖലയ്ക്കും അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്കും ഏൽക്കുന്ന ഏറ്റവും വലിയ മരണാഘാതമായിരിക്കും ഇത്. അല്ലെങ്കിലേ പാകിസ്ഥാനിലേക്ക് ടൂറിനൊക്കെ പോകാൻ എല്ലാവർക്കും ഭയമാണ്. പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോഴേ നെഞ്ചുവേദനയാണ്. എന്തായാലും ഇത്രയൊക്കെ അന്താരാഷ്ട്ര നാണക്കേടുണ്ടായിട്ടും പാകിസ്ഥാൻ അധികാരികളുടെ പ്രതികരണം എന്താണെന്നറിയോ? അവിടെയാണ് ഇവരുടെ അഹങ്കാരവും അജ്ഞതയും വിവരമില്ലായ്മയും ഒക്കെ പുറത്തു വരുന്നത്.
പഞ്ചാബ് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ജനറൽ മാലിക് സഹീർ അബ്ബാസ് അവകാശപ്പെടുന്നത് തക്ഷശിലയിൽ നടക്കുന്നത് പുനർനിർമ്മാണമല്ല, മറിച്ച് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ മാത്രമാണെന്നാണ്. തകർച്ചയുടെ വക്കിലുള്ള പുരാതന അവശിഷ്ടങ്ങളെ സംരക്ഷിക്കാനും അവയുടെ തനിമ നിലനിർത്താനുമാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്നും നിർമ്മാണങ്ങൾ പഴയപടിയാക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നുമൊക്കെയാണ് ഇവരുടെ നാണമില്ലാത്ത പ്രതികരണങ്ങൾ. യുനെസ്കോ പ്രതിനിധികൾ നേരിട്ടെത്തി സിമന്റ് പൂശിയ മതിലുകളൊക്കെ കണ്ട് വിശദീകരണം ചോദിച്ചപ്പോൾ കൃത്യമായൊരു രേഖ പോലും മാപ്പോ പോലും നൽകാൻ ഈ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഈ പൊള്ളയായ ന്യായീകരണം. ചരിത്രത്തോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്യുന്ന ഈ അധികാരികളെ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത്? സത്യം പറഞ്ഞ പാകിസ്ഥാൻ ചരിത്ര സ്മാരകങ്ങളോട് കാണിക്കുന്ന ഈ ഒരു അവഗണന ഇതാദ്യമായിട്ടൊന്നുമല്ല. അവരുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെയും ഇസ്ലാമിക് ഇതര സംസ്കാരങ്ങളുടെയും എല്ലാം ചരിത്രങ്ങളെ മനഃപൂർവ്വം വിസ്മരിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു പ്രവണത കാലങ്ങളായിട്ട് അവിടെയുണ്ട്. ഹാരപ്പ, മോഹൻജദാരോ എന്നിവയെല്ലാം ലോക പ്രശസ്തമായ സിന്ധു നദീതട നാഗരികതയുടെ അവശേഷിപ്പുകളാണ്. ആ സിന്ധു നദീതട നാഗരികതയുടെ അവശിഷ്ടങ്ങൾ പോലും ഇന്ന് പാകിസ്ഥാനിൽ അവഗണന നേരിടുകയാണ്. ശരിയായ രീതിയിലുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളോ സംരക്ഷണമോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ മോഹൻജദാരോയിലെ പുരാതന മതിലുകളൊക്കെ ഉപ്പുവെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ തക്ഷശിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബുദ്ധമത സംസ്കാരത്തിൻ്റെയും ഭാരതീയ പുരാതന വിജ്ഞാനത്തിൻ്റെയും എല്ലാം അടയാളങ്ങളുടെ തങ്ങളുടെ ചരിത്രത്തിൽ നിന്നും വെട്ടിമാറ്റാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങളെന്ന് ചരിത്രകാരന്മാർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനൊന്നും സാധിക്കില്ല. പുരാതന തക്ഷശിലയുടെ തനിമയെ സിമന്റ് മൂടി അതൊരു ആധുനിക നിർമ്മിതി മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു വിഡ്ഢിത്തരത്തെ, ഇവരുടെ ചെയ്തികളെ, തക്ഷശില എന്നത് വെറും ഒരു പാകിസ്ഥാൻ സ്മാരകമല്ല, അത് ഈ ഭൂമിയുടെ മനുഷ്യരാശിയുടെ മുഴുവൻ പൊതുസ്വത്താണ്. മാനവ സംസ്കാരത്തിൻ്റെ വികാസ പരിണാമങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഇടമാണത്. അതിനെ തകർക്കാൻ പാകിസ്ഥാനിലെ ഒരു അഴിമതി നിറഞ്ഞ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ പുരാവസ്തു വകുപ്പിനോ അവകാശമില്ല എന്നത് അവരെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കിപ്പിക്കും? യുനെസ്കോയുടെ കടുത്ത നിലപാട് പാകിസ്ഥാന്റെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ എന്തായാലും സംശയമില്ല. ഒന്നുകിൽ അവർ ആ സിമന്റ് മതിലുകൾ പൊളിച്ചു മാറ്റി തക്ഷശിലയെ പഴയ പ്രൗഢിയിലേക്ക് തിരികെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഇങ്ങനെ നാണം കെട്ട് ചരിത്രദ്രോഹികൾ എന്ന മുദ്ര കുത്തപ്പെട്ട പൈതൃക പട്ടികയിൽ നിന്ന് എന്നേക്കുമായി പുറത്തു പോകണം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഈ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.